തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പുതിയ വർഷവും വന്നു. പക്ഷെ ഇപ്പം എല്ലാ പാർട്ടിക്കാരും, എനിക്ക് തോന്നുന്നു CPM തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു, ബാക്കി BJPയും കോൺഗ്രസും ഒക്കെ സ്ഥാനാർത്ഥി നിയമസഭാ തെരഞ്ഞെടുപ്പിലോട്ടുള്ള സ്ഥാനാർത്ഥികളുടെ ചർച്ചകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അല്ല, ഇവരുടെ ഇപ്പം കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ചർച്ചകളൊക്കെ നടന്നാലും എന്തായാലും പ്രഖ്യാപനം കഴിയുമ്പോൾ അതിനകത്ത് 100 പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. അത് ഇനിയും ഉണ്ടാവും. ഇപ്പോൾ ഈ ആലോചന തുടങ്ങിയപ്പോൾ തന്നെ വലിയ പ്രശ്നങ്ങളാണ്. അപ്പം നമുക്ക് പാലക്കാട്ടേക്ക് പോവാം. പ്രാധാന്യമുള്ളൊരു മണ്ഡലമാണല്ലോ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രശ്നമുള്ളതും മറ്റ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ളതുമാണ് ഈ പാലക്കാട് മണ്ഡലം എന്ന് പറയുന്നത്. അപ്പം അവിടെയുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആര് എന്നുള്ള ഒരു ചോദ്യം, അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളതും വലിയൊരു ചർച്ചയായിട്ട് ഇപ്പം നിൽക്കുന്നുണ്ട്. ഷാഫി പറമ്പിലിനെ കൊണ്ടുവന്നാൽ ഉണ്ടാകാൻ പോകുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിലെ പ്രശ്നം. അതായത് നേതാക്കൾ ആരും അത് അംഗീകരിക്കുന്നില്ല. രാഹുലിനെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല ഒരു വിഭാഗം, എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല. ഒരു വിഭാഗത്തിന് ഇപ്പോഴും ഇവരോടൊക്കെ പ്രീതിയുണ്ട്, ഒരു വിഭാഗത്തിന് ഇല്ല. അപ്പൊ എന്തായിരിക്കും പാലക്കാട് മണ്ഡലത്തിൽ നമ്മൾ ഇനിയും കാണാൻ പോകുന്നത്? പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലം പാലക്കാടായിരിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു മണ്ഡലം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായി പറഞ്ഞാൽ അവിടെ BJPക്ക് ശക്തമായ ഒരു വേരോട്ടം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അവിടെ BJPക്ക് ഒരു സാധ്യത കൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന, അവിടെ CPM എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ്. അത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ BJPക്ക് വളർന്നു വരാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട്. അപ്പോൾ അവിടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് യോഗ്യനായ ഒരാളായിരിക്കണം. അങ്ങനെ കോൺഗ്രസ് ഇപ്പം വിധിയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ തുടക്കത്തിലെ ഒരു കാര്യങ്ങളാണ്. ഇത് ഏറ്റവും അവസാനം അന്തിമ പട്ടിക വരുന്ന സമയത്ത് ഇവ പരിഗണിക്കപ്പെട്ടവരാരും ഇതിനകത്ത് കാണത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാര്യം എന്താണ്, ഇതെല്ലാം സ്പോൺസർഷിപ്പുകളാണ്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്ന സ്പോൺസർ ചെയ്യണം. ഇപ്പം വിദേശത്തൊക്കെ പോകുന്നത്, ഇപ്പം നമ്മൾ ബാങ്ക് അക്കൗണ്ടൊക്കെ പണ്ട് എടുക്കാൻ പോകുന്ന സമയത്ത് പണ്ട് ഒരാൾ അറിയാവുന്ന ഒരാൾ വേണം നമുക്ക് സൈൻ ചെയ്ത് തരണം, ആ ബാങ്കിനെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ന് പറയുന്ന പോലെ, അതായത് ആ ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ഒരാളുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അക്കൗണ്ട് കിട്ടൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇന്ന് ബാക്കി എല്ലാവർക്കും കിട്ടും എന്ന് പറയുന്ന പോലെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ ഇതിന് മുമ്പ് പലപ്പോഴും ഞാൻ പറഞ്ഞ കോട്ടകളാണ്. ഇത് രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്ര കോട്ട, KC വേണുഗോപാലിന് ഇത്ര, ഇങ്ങനെ BD സതീശന് ഇത്ര കോട്ട എന്ന് പറയുന്ന ഓരോ കോട്ട വ്യവസ്ഥയിലാണ് എല്ലാവർക്കും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള അവകാശം കോൺഗ്രസ് വിട്ടുകൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു അന്തിമമായി നമുക്കൊരു പട്ടികപ്പെടുത്താൻ കഴിയുന്നത് മിക്കവാറും തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയൊക്കെ കൊടുക്കുന്നതിന് മുൻപായിട്ടായിരിക്കും. അല്ലാതെ ഇതിന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയൊന്നും അന്തിമമാവത്തില്ല. അതെങ്ങനെ കിടന്നുള്ളൂ. ആദ്യം KPCC ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് AICC കൊടുക്കും, AICC ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ലിസ്റ്റിനകത്തെല്ലാം കൂടെ എല്ലാവരെയും കൂടെ കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കും 150 70 80 10 എനിക്ക് തോന്നുന്നു ഒരു 100 110 കോൺഗ്രസ്സുകാരെ നിർത്താനാണ് സാധ്യത. ബാക്കി കുറേശ്ശെയൊക്കെ BJP പിന്നെ UDF ബാക്കി ഘടകകക്ഷികൾക്കെല്ലാം കൂടെ അങ്ങോട്ട് വീതിച്ച് പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ UDFനെ അല്ലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഒരു കീറാമുട്ടിയാകാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ പാലക്കാട് ആദ്യം ഷാഫി പറമ്പിൽ നിന്നു. ഷാഫി പറമ്പിൽ അവിടെ എങ്ങനെയാണ് ജയിച്ചത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എവിടെ നിന്നായിരുന്നു ഷാഫി പറമ്പിലിനുള്ള കൃത്യമായ വോട്ട് അല്ലെങ്കിൽ വോട്ടിംഗ് ബാങ്ക് എന്ന് പറയുന്നത് എവിടെയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ SDPയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ആയിട്ട് കൂടിച്ചേർന്നുകൊണ്ട് നമുക്കറിയാം വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പൊളിറ്റിക്കൽ അലയൻസ് ആണ്. അപ്പം പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിരുന്നു, SDP ഉണ്ടായിരുന്നു, ഇങ്ങനെ പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ PDPയും അതോടൊപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ടും ഒക്കെ എവിടേക്ക് പോയി മറഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു വലിയ ചോദ്യം നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഉണ്ട്. അപ്പം ഇങ്ങനെ വന്ന് കയറിയ ഈ പാർട്ടികളെല്ലാവരും തന്നെ ഈ UDFന് പിന്തുണ പ്രഖ്യാപിച്ചു. ഇതേ പിന്തുണ തുടർന്ന് വന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും കൊടുത്തു. അപ്പോൾ ഷാഫി പറമ്പിൽ അവിടെ നിന്ന് ഈ ശ്രീധരനോട് വിജയിച്ചോടുകൂടി പാലക്കാട് കോൺഗ്രസിന്റെ കോട്ട എന്നുള്ള പേരിൽ അവരോധിക്കപ്പെട്ടു കഴിഞ്ഞു. അതിനുശേഷം ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോകുന്നു. വടകരയിൽ ചെന്ന് നിന്നുകൊണ്ട് ഇപ്പോൾ ബാലുശ്ശേരി, പേരാമ്പ്ര പോലെയുള്ള ഭാഗങ്ങളിലൊക്കെ തൽക്കാലം തൻ്റെ ഇമേജ് ക്ലിയർ ആക്കി എടുക്കാനും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ കേട്ടാൽ അറയ്ക്കുന്ന തരം തെറ്റ് ചെയ്ത ഒരാളെ പിടിച്ച് വീണ്ടും പൊതു രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നു. ഇപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മന്നൻ ജയന്തി പരിപാടിയിലൊക്കെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ കൂടെ ഒക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും കാണിക്കുന്നുണ്ട്. അത് വേറൊരു കാര്യം. ഫലത്തിൽ അയാൾ കോൺഗ്രസ്സുകാരൻ തന്നെയാണ്, അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല.
ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് പാർട്ടി സീറ്റ് കൊടുക്കും. കൊടുക്കാതിരിക്കത്തൊന്നുമില്ല, ഉറപ്പാണ്. കൊടുത്തില്ലെങ്കിൽ പലരുടെയും കള്ളി വിളിച്ചതാവും. അതല്ല, രാഹുൽ ചെയ്തത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന് വലിയ മൈലേജ് ആണല്ലോ, അവരങ്ങനെയും ചിന്തിക്കും. അതെ, കാര്യം കുറെ തവണ കോൺഗ്രസ് നേതാവ് ചർച്ച ചെയ്യപ്പെട്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അവർക്ക് അതിന്റെ ഒരു ഗുണം കിട്ടും. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ഷാഫി പറമ്പിൽ വടകര കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം വടകര എന്ന് പറയുന്ന പിന്നെ ലോക്സഭാ മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി കെ ശൈലജ എന്ന് പറയുന്ന അതിശക്തയായ ഒരു CPM നേതാവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലോക്സഭയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഷാഫി പറമ്പിൽ അതൊരു വലിയ നേട്ടമായി. കാരണം ആ സമയത്ത് കാഫിർ വിവാദമൊക്കെ ഇറങ്ങി നമുക്കറിയാം. അപ്പോൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവര് ഷാഫി പറമ്പിൽ ഇപ്പോൾ അവിടുത്തെ ഒരു ശക്തനായ നേതാവാണ്. അവിടെ തന്നെയല്ല, അവിടങ്ങളിലൊക്കെ കയറി ഇറങ്ങി നമുക്കറിയാം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ വേണ്ടി സ്ത്രീകളുടെയൊക്കെ പിന്നാലെ ഓടി ചായക്കടയിലൊക്കെ ഓടി കയറുന്ന ഒരു ഷാഫി പറമ്പിലിനെ നമ്മൾ PR വർക്കിൽ ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ PR വർക്ക് കൊണ്ടും ഷാഫി പറമ്പിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ ഷാഫി പറയുന്ന സ്ഥാനാർത്ഥിയെ നിർത്താൻ KC വേണുഗോപാൽ തയ്യാറാവുന്നുണ്ട്. കാര്യം AICCയുടെ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്നുള്ള ഒരു സ്ഥാനം പിന്നെ KC വേണുഗോപാലിനുണ്ട്. അതുകൊണ്ട് തന്നെ KC പറയുന്നിടത്തായിരിക്കും അന്തിമമായി ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി നിർണയം നടക്കുക. അന്തിമമായി അത് തന്നെയായിരിക്കും, അല്ലാതെ വേറെ ആരെയും അതിനകത്ത് കൊണ്ട് ചേർക്കേണ്ട ആവശ്യമില്ല. KC പറഞ്ഞാൽ അത് അന്തിമമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ മിക്കവാറും വടകര വിറ്റ് വരാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വടകരയിൽ നമ്മുടെ ഒഞ്ചയത്തെ KK രമയ്ക്ക് പാരയായി മാറുകയും ചെയ്യും. KK രമ ഇനി അവിടെ നിന്ന് മാറി വേറെ എവിടെയെങ്കിലും പോയി മത്സരിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കാനും പോകുന്നില്ല, മത്സരിച്ചാൽ ജയിക്കത്തില്ല. ആ വടകരയിൽ നിന്ന് പിന്നെ നിന്നാൽ മാത്രമേ KK രമയ്ക്ക് പ്രാധാന്യമുള്ളൂ. KK രമയുടെ പാർട്ടിക്ക് വേറെ എങ്ങും വലിയ സ്ഥാനാർത്ഥികളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ KK രമയ്ക്ക് അവിടെ തന്നെ മത്സരിക്കണം. എന്നാൽ ഷാഫി പറമ്പിൽ ആ സീറ്റ്, വടകര സീറ്റ് വിട്ടുകൊടുക്കുമോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. പിന്നെ പേരാമ്പ്ര പോലെയുള്ള ഒരു മണ്ഡലത്തിലേക്ക് ഇറങ്ങാനാണ് ഷാഫി പറമ്പിലിന്റെ ഇനി അടുത്ത ശ്രമം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് രണ്ടിലേതെങ്കിലും കോഴിക്കോട് ജില്ലയിൽ തന്നെ ഷാഫി പറമ്പിൽ തങ്ങി നിൽക്കാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ നേരത്തെ സംഭവിച്ച പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് വീണ്ടും സ്ഥാനാർത്ഥിയാക്കി നിർണ്ണയിക്കാനുള്ള സാധ്യതകൾ നമ്മൾ കാണേണ്ടതുണ്ട്. രാഹുൽ തന്നെ പാലക്കാട്ടേക്ക് വരണമെന്ന് ഒരു വിഭാഗം നേതാക്കൾക്ക് ഉണ്ട്. അതല്ല ഈ പറഞ്ഞ ഞാൻ പറയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചത് തോന്നിവാസമാണെങ്കിലും തെമ്മാടിത്തരമാണെങ്കിലും ഇവർ രണ്ട് കൂട്ടരുണ്ട്. ഈ അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്ന് പറയുന്ന പോലെയാണ് ഈ കോൺഗ്രസിനകത്ത് അങ്ങനെ 2 പക്ഷം രൂപപ്പെട്ടിരുന്നു എന്ന് മാത്രമല്ല ഇപ്പോഴും ആ 2 പക്ഷമുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവരെന്നും രാഹുൽ മാങ്കൂട്ടത്തിനോട് വിയോജിക്കുന്നവരും എന്ന് പറയുന്ന 2 പക്ഷം ഇപ്പോഴും കോൺഗ്രസിനകത്ത് തന്നെയുണ്ട്. അപ്പം VD സതീശൻ അടക്കമുള്ള വളരെ കുറച്ച് പേർ പിന്നെ ഇതിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ശരിക്കും കോൺഗ്രസിന്റെ ഔദ്യോഗിക പക്ഷം എന്നുള്ള ഒരു പക്ഷമായി മാറുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്ഷമാണ്. കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതിനനുസരിച്ച് ചലിക്കാനും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതിനനുസരിച്ച് അരയെ ചരട് കെട്ടിക്കൊടുത്തിട്ട് ചാടിക്കളിക്കട കുഞ്ചിരാമ എന്ന് പറഞ്ഞ ചാടിക്കളിക്കാനും തയ്യാറായി നിൽക്കുന്ന നേതാക്കന്മാരാണ് അപ്പുറത്തുള്ളത്, KC വേണുഗോപാലിനൊപ്പം ചേർന്ന് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം കൂടി ഉള്ളപ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. എവിടെ? പാലക്കാട്. പക്ഷേ അവിടെ രാഹുലിന് എതിരായി നിൽക്കുന്നവരുടെ പ്രതികരണം അല്ലെങ്കിൽ അവരുടെ എതിർപ്പ് എത്രത്തോളം ശക്തമായിരിക്കും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി കൂടിയിരിക്കും ആ സ്ഥാനാർത്ഥി നിർണ്ണയം വരുന്നത്. ഇതിനു മുൻപ് എല്ലാവർക്കും താല്പര്യം, അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന വേളയിൽ പോലും എല്ലാവരും താല്പര്യപ്പെട്ടിരുന്നു അവിടെ മുരളീയേട്ടൻ തന്നെ നിൽക്കണം എന്നുള്ളതാണ്. അന്ന് മുരളീധരന് മറ്റേ തൃശ്ശൂരിൽ തോറ്റേന്റെ കേട് മുരളീധരന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. കാര്യം പാർട്ടിയിൽ ഇനി എവിടെയെങ്കിലും മത്സരിച്ചു കഴിഞ്ഞാൽ അവർ പരാജയപ്പെടുത്തും എന്നുള്ളൊരു ഭയം മുരളീധരന് ഇപ്പോഴും ഉണ്ട്. അതിന്റെ ഉദാഹരണം ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ല ഈ പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഭയം ഇപ്പോഴും മുരളീധരൻ ഉള്ളതുകൊണ്ട് മുരളീധരൻ ഒരിക്കലും ഇനിയും പാലക്കാടേക്ക് പോയൊരു മാറ്റുരയ്ക്കലിന് നിന്നു കൊടുക്കത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാഫി പറമ്പിലോ രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ല അവിടെ മത്സരിക്കുന്നതെങ്കിൽ അവിടുത്തെ SDPയും ജമാഅത്തെ ഇസ്ലാമിയും പാലം വലിച്ചു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട പല മേഖലകളിലും ഈ വോട്ടിന്റെ ഷോർട്ടേജ് ഉണ്ടാവും. അതായത് ന്യൂനപക്ഷ വോട്ടുകൾ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ കുറവുണ്ടാവും. ഇത് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഒരിക്കലും BJPയിലേക്ക് പോകുന്ന വോട്ടുകളല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് BJPയിലേക്ക് പോകുന്ന വോട്ടുകളല്ല, ഇതെല്ലാം നേരെ CPMലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ ആണ് അപ്രഖ്യാപിതമായ ഒരു പിന്തുണ അവിടെ ഇടതുപക്ഷത്തിന് കിട്ടാനുള്ള സാധ്യത പാലക്കാടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധ്യത ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെ ഒരു തന്ത്രം അവിടെ പയറ്റാൻ അവർ ഉദ്ദേശിക്കുന്നത്. അതായത് മറ്റൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഷാഫി പറമ്പിലല്ല. അപ്പൊ പിന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി നമ്മൾ പരിശോധിച്ചാൽ ഇനിയിപ്പോ പാലക്കാട് മണ്ഡലം മുന്നിൽ കണ്ടുകൊണ്ടല്ല സന്ദീപ് വാര്യർ എത്തിയത് എന്ന് നമ്മൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇനി ഇതിന്റെ പിന്നിലൊന്നും ആ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി കഥകൾ ഇറക്കിയതിന്റെ പിന്നിൽ സന്ദീപ് വാര്യർ ഇല്ല എന്ന് നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാൻ പറ്റില്ല.
പറ്റുമോ? അത് മുന്നേ ചില മുറുമുറുപ്പുകൾ ഉണ്ടായിരുന്നു, അതാ പറഞ്ഞത്. അപ്പം സന്ദീപ് വാര്യർക്ക് പാലക്കാട് ഒരു നോട്ടമുണ്ട്. കാര്യം അതിനു മുമ്പ് പിന്നെ ശ്രീ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരാള് അയാളോട് തെറ്റിപ്പിരിഞ്ഞിട്ടാണ് സന്ദീപ് വാര്യര് ഇവിടേക്ക് വന്നത്, അതായത് കോൺഗ്രസിലേക്ക് വന്നത്. അന്ന് വിദ്വേഷത്തിന്റെ ഫാക്ടറിയിൽ നിന്നും സ്നേഹത്തിന്റെ കടയിലേക്ക് യാത്ര ചെയ്ത് വന്ന ഒരാളാണല്ലോ ഈ പിന്നെ സന്ദീപ് വാര്യര്. അപ്പൊ സന്ദീപ് വാര്യർക്ക് പാലക്കാട് ഒരു സീറ്റിൽ നോട്ടം ഇല്ലേ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ കാണേണ്ടി വരും. അപ്പൊ പാലക്കാട്ടെ സീറ്റ് നിർണയം ഒരു കീറാമുട്ടിയായി മാറാനാണ് സാധ്യത. പിന്നെ ഇത് കൃത്യമായി അവിടുത്തെ നേതാക്കന്മാർക്ക് എതിർപ്പുണ്ടെങ്കിൽ തന്നെയും ആ എതിർപ്പൊക്കെ മാഞ്ഞു പോകും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇപ്പൊ താല്പര്യമില്ല. ഈ താല്പര്യക്കേട് അവർക്ക് പരസ്യമായി എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അവരെങ്ങനെ പറയും ഈ താല്പര്യമില്ല എന്നുള്ളത്? AICC നേതൃത്വം തീരുമാനിക്കുന്ന അവരുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെ മൗലിക ധർമ്മമാണെന്നേ, അവരുടെ കടമയാണ്. അവർക്ക് അതിനുവേണ്ടി രാപ്പകൽ അധ്വാനിച്ചേ പറ്റൂ. അപ്പൊ അതിനിപ്പോ ഏത് പിന്നെ എന്താ പറയാ ഏതവനാണെന്ന് പറഞ്ഞാലും ഏതവനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയാലും അവരെ വിജയിപ്പിച്ചെടുത്തേ പറ്റൂ. കാരണം അങ്ങനെ ഒരു പേരുദോഷം ഇപ്പോൾ കോൺഗ്രസിനുണ്ട്. സ്വന്തം നേതാക്കന്മാരെ പരാജയപ്പെടുത്തുന്ന പാർട്ടി എന്ന് പറയുന്ന ഒരു പേരുദോഷം കോൺഗ്രസിനുണ്ട്. തിരുവനന്തപുരത്ത് ഇപ്പൊ നിലവിൽ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഒടുവിലത്തെ ഉദാഹരണമാണല്ലോ നമ്മുടെ ഇപ്പൊ കണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്ത് നടന്ന അങ്ങനെ തന്നെയല്ലേ. ഏത് പിന്നെ അതുകൊണ്ട് ആ പേരുദോഷം മാറ്റിയെടുക്കണം. പേരുദോഷം മാറ്റിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ പാലക്കാട് എങ്കിൽ നല്ല കളി എന്തെങ്കിലും കളിച്ചേ പറ്റൂ. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നോക്കിക്കഴിഞ്ഞാൽ വട്ടിയൂർക്കാവിലേക്കാണ് കെ മുരളീധരന്റെ നോട്ടം. എന്നാൽ നേരത്തെ ഒരു തവണ അവൾ വട്ടിയൂർക്കാവിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വട്ടിയൂർക്കാവിൽ നിന്നാൽ ആരും പാലം വലിക്കത്തില്ല എന്നൊരു തോന്നലുണ്ട്. തന്നെയുമല്ല സമുദായ വോട്ടുകൾ, നായർ വോട്ടുകൾ അവിടെ പിന്നെ സവർണ വോട്ടുകൾ കുറേയധികം അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയുടെ പുറത്താണ് മുരളീധരൻ പറയുന്നത് വടക്കോട്ട് അങ്ങ് ഇനിയും മാറ്റിവെക്കാനില്ല, തെക്ക് അങ്ങ് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ ഞാൻ മത്സരിച്ചോളാം എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് കെ മുരളീധരൻ എത്തി. അതിനുശേഷം പുള്ളി നമ്മൾ നോക്കുക, തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം നേരെ അദ്ദേഹം വരുന്നത് തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്ത് വന്നിട്ട് അവിടെ ഈ വട്ടിയൂർക്കാവിനോട് ചേർന്ന് കിടക്കുന്ന പല ഭാഗങ്ങളിലെയും സാധാരണക്കാരായ പ്രവർത്തകരുമായി കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ എപ്പോഴും മുരളീധരൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തിന്റെ മേൽനോട്ടക്കാരനായി അവിടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ അതുകൊണ്ട് നേട്ടം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 9 സീറ്റിന് നേട്ടം ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. അല്ല ഒരു മികച്ച നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കെ മുരളീധരന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിന് കാരണം എന്താണ്? കെ മുരളീധരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചില ശിഖണ്ഡികൾ കള്ളക്കളി കളിച്ചിട്ട് അവിടെ BJPക്ക് ജയിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് വാസ്തവം. അവിടെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കിയാൽ അവിടെ CPM ഇവർ രണ്ടുപേരുടെയും മുഖ്യ ശത്രുക്കളാണ്. ഈ അടുത്ത സമയത്ത് വട്ടിയൂർക്കാവ് MLA ആയിരുന്ന വി കെ പ്രശാന്തിന്റെ ഓഫീസ് മുറിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആരോപണം ഉയർന്നപ്പോൾ ശ്രീലേഖയാണ് അതുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർത്തിയത്, അവിടുത്തെ വാർഡ് കൗൺസിലർ. അപ്പോൾ അങ്ങനെ ഒരു ആരോപണം ഉയർത്തിക്കൊണ്ട് വന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ഇതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് വി കെ പ്രശാന്തിന് എതിരായ ഒരു പ്രചരണം നടത്തുകയായിരുന്നു അവിടുത്തെ പിന്നെ കൗൺസിലറായ നമ്മുടെ ശബരിനാഥൻ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ CPM എതിരായ ഒരു വികാരം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് ഈ പറയുന്ന രണ്ട് കക്ഷികളും ഒരുമിച്ച് ചേർന്നു, കോൺഗ്രസും പിന്നെ BJPയും കൂടെ ഒരുമിച്ച് ചേർന്നുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ അവിടെ അങ്ങനെ ഒരു സാഹചര്യത്തിലും അവിടെ കെ മുരളീധരനെ കൊണ്ട് അവിടെ പാർട്ടിയെ വിജയിപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ള ഒരു വസ്തുതയായി തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് കെ മുരളീധരൻ എനിക്ക് വട്ടിയൂർക്കാവ് മത്സരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധ ബുദ്ധിയോടെ എടുത്ത്, അല്ലെങ്കിൽ എത്ര നിർബന്ധ ബുദ്ധിയോടെ പറഞ്ഞിരുന്നാലും ശരി അത് കൊടുക്കാൻ സാധിക്കില്ല. അത് കൊടുക്കുന്ന കാര്യം സംശയമാണ്. കെ മുരളീധരനെ വീണ്ടും ഏതെങ്കിലും ഗതി കിട്ടാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് പരാജയപ്പെടുത്തി എടുക്കുക എന്നുള്ളത് കോൺഗ്രസുകാരുടെ ലക്ഷ്യമാണ്, അപ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയും. എന്നിട്ട് ഈ പറയുന്ന വിഷവിജന്തുക്കളെയെല്ലാം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള ഷാഫി പറമ്പിലടക്കമുള്ള ഈ എല്ലാ വിഷയജന്തുക്കളെയും എവിടെയെങ്കിലും കൊണ്ടു നിർത്തി സേഫ് ആയിട്ടുള്ള സീറ്റിൽ കൊണ്ടുനിർത്തി വിജയിപ്പിക്കുക. ഇതാണ് കോൺഗ്രസ് എടുക്കുന്ന ഒരു വല്ലാത്ത ഒരു സ്ട്രാറ്റജി. ഇത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതാണ് നമ്മളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ സംശയം. ഇനി ഇത് മാത്രമല്ല, രമ്യ ഹരിദാസിന് പിന്നെ പ്രതീക്ഷയുണ്ട്, അവിടെ താല്പര്യം താല്പര്യമുണ്ട്, സന്ദീപ് വാര്യരുണ്ട്. ഈ സന്ദീപ് വാര്യർ വേറൊരു പ്രശ്നമുണ്ട്, സന്ദീപ് വാര്യർ പല കാര്യങ്ങളും അറിഞ്ഞു വെച്ചിട്ടുണ്ട്. സന്ദീപ് വാര്യർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനെ എല്ലാത്തിനെയും പൂട്ടാൻ പറ്റും. ഒരു സീറ്റ് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, പിന്നെ അവിടെ സി കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനകത്ത് സീറ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയതാണ് സന്ദീപ് വാര്യർ. ഈ സന്ദീപ് വാര്യരെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? നിയമസഭാ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ ഇനി കോൺഗ്രസ് പാർട്ടി വിടുമെന്നുള്ളത് അറിയണമല്ലോ. BJPയിലോട്ട് എടുക്കത്തില്ല, ഇനി CPMലേക്ക് കാണാൻ വലിഞ്ഞു കയറി വന്നാലായി, അത്രേ ഉള്ളൂ. അപ്പം ഈ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാനും ഷാഫി പറമ്പിലിനെ ഒതുക്കാനും അടക്കമുള്ള നടപടിക്രമങ്ങൾക്ക് ഈ സന്ദീപ് വാര്യർ എന്തെങ്കിലും ചരട് വലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇപ്പൊ എല്ലാവരും സംശയിക്കുന്നുണ്ട്. കാര്യം പാലക്കാട് സീറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു സീറ്റാണ്. അവിടെ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള ഒരു പ്രസക്തി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതായത്
BJP ഒരു എ ക്ലാസ് മണ്ഡലത്തിൽ BJP നേതാവിനെ വലിയ ഭൂമാർജിനിൽ പരാജയപ്പെടുത്തി എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, ആ എഫക്റ്റ് എങ്ങൊന്നും കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ പിന്നെ സന്ദീപ് വാര്യരും അങ്ങോട്ട് ശ്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ പാലക്കാട് എന്ന് പറയുന്ന നിയമസഭാ സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിക്കും വലിയൊരു തർക്കം ഉണ്ടാവും. തന്നെയല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഷാഫി പറമ്പിൽ നോമിനേറ്റ് ചെയ്തതാണ്. ഷാഫി പറഞ്ഞിട്ടാണ് എന്റെ പിൻഗാമി എന്നുള്ള നിലയിൽ അവൻ അവിടെ മത്സരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ കൊണ്ട് നിർത്തിയാണ്. പക്ഷേ അവിടെ നിന്നുകൊണ്ട് അവൻ കാണിച്ച തോന്നിവാസമാണ്, അങ്ങേയറ്റത്തെ തോന്നിവാസമാണ്. അപ്പോൾ അങ്ങനെ ആ തോന്നിവാസവും കാണിച്ചിട്ട് നിൽക്കുന്ന ഒരാളെ അവിടുത്തെ ജനങ്ങൾ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതും വലിയൊരു ചോദ്യമാണ്. ഈ ഇവനെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്നവനാണോ എന്ന് അവിടുത്തെ നാട്ടുകാരെ ചിന്തിച്ചാൽ പോയില്ലേ? രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞു അവിടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഉള്ളപ്പോൾ അവിടെ വളരെ ആപ്റ്റായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം വരുമോ എന്നുള്ളതാണ് നമ്മളിപ്പം സംശയിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർണയം അവിടെ ഉണ്ടായില്ല എങ്കിൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ ശ്രീധരൻ എങ്ങനെയായിരുന്നു ഷാഫി പറമ്പലിനെ നേരിട്ടത് അതിനേക്കാട്ടിൽ ശക്തമായ ഒരു തിരിച്ചടി കോൺഗ്രസ് പാർട്ടിക്ക് പാലക്കാട് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് അങ്ങനെയാണെങ്കിൽ നിയമസഭയിലേക്ക് BJP എത്തുന്ന ഒരു സീറ്റിലാണെങ്കിൽ അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ യഥാർത്ഥ കാരണക്കാർ പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നേമത്താണെങ്കിലും ഇപ്പൊ നേമത്തുനിന്ന് ഒരു സീറ്റിൽ BJP നിയമസഭയിലേക്ക് എത്തിയാൽ അതിന്റെ കാരണക്കാർ കോൺഗ്രസ്സുകാരായിരിക്കും. അത് പത്തോളം സ്ഥലങ്ങളിൽ 10 സീറ്റുകളിലും അവർ പ്രതീക്ഷയോടുകൂടി നിർത്തുന്നുണ്ട് ഈ BJP-ക്കാര്. അപ്പൊ ഇതിന്റെ എല്ലാം എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം അവരുടെ ഉള്ളിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ വോട്ട് കണ്ടുകൊണ്ട് മാത്രമാണ്, അല്ല CPM-ന്റെ വോട്ട് കണ്ടുകൊണ്ടല്ല BJP-ക്കാര് പിന്നെ അവരുടെ വീട്ടിൽ പട്ടിയെ വളർത്തുന്നത്. അവര് കോൺഗ്രസിന്റെ വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവർ ഈ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കറിയാം ഇവിടെ തകർക്കേണ്ടത് കോൺഗ്രസിനെയാണ്. കാര്യം ഏറ്റവും ദുർബലമായി നിൽക്കുന്ന ഒരു സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടി കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് ഇവിടെ തകരണം. ഇവിടെ തകർന്നാൽ മാത്രമേ ഇവർക്ക് അടുത്ത പ്രതിപക്ഷത്തേക്ക് വരാൻ കഴിയൂ. അവർക്ക് ഭരണത്തിലേക്ക് കയറുക എന്നുള്ളതല്ല, അവർക്ക് പ്രധാന പ്രതിപക്ഷത്തേക്ക് വരാൻ കഴിയൂ. ഇപ്പൊ നമ്മൾ നോക്കിയാൽ തിരുവനന്തപുരത്ത് എങ്ങനെയായിരുന്നു? അവരവിടെ കോൺഗ്രസിനെ തകർത്തുകൊണ്ട് അവര് പിന്നെ 2ാം സ്ഥാനത്തേക്ക് വന്നു, പ്രധാന പ്രതിപക്ഷമായി മാറി. അതിനുശേഷം ഇപ്പോഴത്തെ പുതിയ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ആ പറയുന്ന പ്രതിപക്ഷത്തിരുന്നവർ ഇന്ന് ഭരണപക്ഷത്തേക്ക് പോയി എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഈ രീതിയിൽ ഒരു ഇൻഫിൽട്രേറ്റിംഗ് ആയിട്ടുള്ള, അതായത് ഒരു നുഴഞ്ഞുകയറ്റ രീതിയിലുള്ള ഒരു സമീപനമാണ് BJP പുലർത്തുന്നത്. പക്ഷേ നമ്മുടെ കോൺഗ്രസ്സുകാരായ മൊണ്ണകൾക്ക് ഇത് അറിയാൻ വയ്യാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവര് തമ്മിലടിച്ചും സീറ്റിന് വേണ്ടി ചീത്ത വിളിച്ചും സ്വന്തം നേതാക്കന്മാരെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിരന്തരം വോട്ട് മറിച്ചുമൊക്കെ അവരിങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ് സത്യം.